إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശുഅറ 167 മുതൽ 169 വരെയുള്ള വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം അദ്ദേഹത്തോട് പറയുകയാണ്, അവർ പറഞ്ഞു, ലഇല്ലം തൻതഹി യാ ലൂത്ത്, ഹേ ലൂത്തേ, നീ ഇതിൽ നിന്നും വിരമിച്ചില്ലെങ്കിൽ, നീ ഈ സദുപദേശത്തിൽ നിന്നും ഞങ്ങളെ ഉപദേശിക്കുന്ന ഈ പ്രവൃത്തിയിൽ നിന്നും നീ വിരമിച്ചില്ലെങ്കിൽ ലനകൂനന്ന മിനൽ മുഖ്റജീൻ, നീ പുറത്താക്കപ്പെടുന്നവരിൽ പെട്ടുപോകും, നീ പുറത്താക്കപ്പെടുന്നവനായി മാറുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ ഈ നാട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും, അടിച്ചോടിക്കും എന്നാണ് അവിടെ ഭീഷണി ഉണ്ടായത്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇനി നിശ്ചയമായും ഞാൻ അമലിക്കും നിങ്ങളുടെ പ്രവൃത്തിയെ പറ്റി മിനൽ ഖാലിൻ, അങ്ങേയറ്റം വിദ്വേഷമുള്ളവനാകുന്നു, ഉള്ളവനാകുന്നു. നിങ്ങളുടെ ഈ പ്രവൃത്തി അങ്ങേയറ്റം കഠോരമായ വൃത്തികെട്ട പ്രവൃത്തിയാണ്, നീച പ്രവൃത്തിയാണ്, അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങേയറ്റം വെറുക്കുന്നു എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമോട് മുഖത്തു നോക്കി പറയുകയാണ്. എന്നിട്ടും അവർക്ക് യാതൊരു ഭാവവ്യത്യാസവുമില്ല, യാതൊരു തരത്തിലുള്ള മാനസിക പരിവർത്തനവും അവർക്ക് സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി, എന്റെ റബ്ബേ, നജ്ജിനി, എന്നെ നീ രക്ഷപ്പെടുത്തേണമേ, വാഹിലി, എന്റെ സ്വന്തക്കാരെയും ഇവർ പ്രവർത്തിക്കുന്നതിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെയും എന്റെ സ്വന്തക്കാരെയും നീ രക്ഷപ്പെടുത്തേണമേ എന്ന് വിശ്വാസികളായി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കൂടിയവരെ മുഴുവനുമാണ് അഹ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലുള്ള രക്ഷ തേടുകയാണ്. അള്ളാഹുവിങ്കിൽ നിന്നാണ് രക്ഷ ലഭിക്കുന്നത്, അള്ളാഹുവിൽ നിന്നാണ് സഹായം ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ മേലാണ് നാം സർവവും തവക്കുലാക്കേണ്ടത്, അള്ളാഹുവിലേക്കാണ് അഭയം തേടേണ്ടത്. അല്ലാതെ യാതൊരു സൃഷ്ടികളിലേക്കും അഭയം തേടിയിട്ട് സഹായം ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാം ആ ജനതയുടെ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും അതിക്രമത്തിൽ നിന്നും അള്ളാഹുവിനോട് അള്ളാഹുവിനെ രക്ഷ പ്രാപിക്കുന്നതാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.